എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓപ്പൺ എഐയുടെ കഥയാണ്. വെറുമൊരു ലാബായി തുടങ്ങി ഇന്ന് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു എഐ ഭീമനായി മാറിയതിന്റെ കഥ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ ആ ഒരു അവിശ്വസനീയമായ യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. കഥ തുടങ്ങുന്നത് 2015-ലാണ്. വളരെ വലുതും ഒരുപാട് ആദർശങ്ങളൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് അവർ തുടങ്ങിയത്. എന്താണെന്നോ, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, അതായത് AGI, മനുഷ്യരാശിക്ക് മുഴുവൻ പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കണം എന്നുറപ്പുവരുത്തുക. ഈയൊരൊറ്റ ചിന്ത, ഈയൊരു വാചകമാണ് പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന എല്ലാ സംഭവങ്ങൾക്കും അടിസ്ഥാനമായത്. ശരി, അപ്പോൾ ഈയൊരു വലിയ കഥ ശരിക്കും മനസ്സിലാക്കാനായിട്ട് നമുക്കിതിനെ 5 പ്രധാന ഭാഗങ്ങളായിട്ട് തിരിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. മനുഷ്യരാശിക്കായുള്ള ഒരു ദൗത്യം, അതായത് 2015-2016 കാലഘട്ടത്തിലെ ആ ലാഭേക്ഷയില്ലാത്ത സ്വപ്നത്തിലേക്ക്. അപ്പോൾ സംഭവം ഇതാണ്. 2015 ഡിസംബറിൽ ടെക് ലോകത്തെ ചില വലിയ തലകൾ, സാം ഓൾട്ട്മാൻ, ഇലോൺ മസ്ക്, ഗ്രെഗ് ബ്രോക്ക്മാൻ, ഇവരൊക്കെ ചേർന്ന് ഒരു സ്ഥാപനം തുടങ്ങി. ഇതൊരു സാധാരണ കമ്പനിയായിരുന്നില്ല, മറിച്ചൊരു നോൺ പ്രോഫിറ്റ് AI റിസർച്ച് ലാബായിരുന്നു. ഏകദേശം $1 ബില്യൺ വാഗ്ദാനമൊക്കെയായിട്ടാണ് തുടങ്ങിയത്. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. പണമുണ്ടാക്കാനുള്ള യാതൊരു സമ്മർദ്ദവുമില്ലാതെ മനുഷ്യരാശിക്ക് വേണ്ടി ഏറ്റവും സുരക്ഷിതമായി AGI ഉണ്ടാക്കിയെടുക്കുക. ശരി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കഥയിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. ഇവിടെയാണ് ഓപ്പൺ എഐയുടെ ആ വലിയ ആദർശങ്ങൾ യാഥാർത്ഥ്യവുമായി നേർക്കുനേർ വരുന്നത്. അതായത് പണം ഒരു വലിയ പ്രശ്നമായി മാറുന്നു. പ്രശ്നം ഇതായിരുന്നു. ഏറ്റവും പുതിയ AI മോഡലുകൾ ഉണ്ടാക്കാൻ ഭീമമായ കമ്പ്യൂട്ടിംഗ് പവർ വേണം. ഗൂഗിൾ, ഡീപ് മൈൻഡ് പോലുള്ള വമ്പന്മാരോട് മത്സരിക്കണമെങ്കിൽ കോടിക്കണക്കിന് ഡോളർ ആവശ്യമാണ്. ഒരു നോൺ പ്രോഫിറ്റ് സ്ഥാപനത്തിന് സംഭാവനകളിലൂടെ മാത്രം ഇത്രയും വലിയൊരു തുക കണ്ടെത്തുക എന്ന് പറയുന്നത് അത് അസാധ്യമായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിലൊരു ചോദ്യം വന്നു. ഈ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഈ ഘടന മാറ്റിയേ പറ്റൂ. അപ്പോൾ അവരൊരു പുതിയ ഐഡിയയുമായി വന്നു. ശരിക്കും ബുദ്ധിപരമായൊരു നീക്കം. അവർ ക്യാപ്ഡ് പ്രോഫിറ്റ് എന്നു പേരുള്ള ഒരു ഹൈബ്രിഡ് മോഡലുണ്ടാക്കി. സംഭവം സിമ്പിളാണ്. പുറത്തുനിന്നുള്ളവർക്ക് പണം നിക്ഷേപിക്കാം, അവർക്കൊരു നിശ്ചിത പരിധിവരെ ലാഭവും കിട്ടും. പക്ഷേ ആ ലിമിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി ലാഭമെല്ലാം തിരിച്ച് ഓപ്പൺ എഐയുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, അതായത് ആ നോൺ പ്രോഫിറ്റ് മിഷനിലേക്ക് തന്നെ പോകും. ഇതുകൊണ്ട് 2 കാര്യങ്ങൾ നടന്നു. ആവശ്യത്തിനുള്ള പണം കിട്ടി, അതേസമയം കമ്പനിയുടെ ആത്യന്തിക നിയന്ത്രണം ആ നോൺ പ്രോഫിറ്റ് ബോർഡിന്റെ കയ്യിൽ തന്നെ നിന്നു. ഈ പുതിയ ഫണ്ടിംഗ് വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കൂടുതൽ ശക്തമായ മോഡലുകൾ നിർമ്മിക്കാനുള്ള പണം അവരുടെ കയ്യിലെത്തി. നോക്കൂ, 2018-ൽ GPT-1-ന് 117 മില്യൺ പാരാമീറ്ററുകളാണുണ്ടായിരുന്നത്. എന്നാൽ തൊട്ടടുത്ത വർഷം 2019-ൽ GPT-2 വന്നപ്പോൾ അത് 1.5 ബില്യൺ പാരാമീറ്ററുകളായി. അതൊരു ചെറിയ ചാട്ടമല്ലായിരുന്നു, ഒരു ഭീമൻ കുതിച്ചുചാട്ടമായിരുന്നു. GPT-2 പുറത്തിറക്കിയപ്പോൾ അതിന്റെ കഴിവുകൾ കണ്ട് ലോകം ശരിക്കും ഞെട്ടി. കാരണം ഇത് ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്നുവരെ അവർക്ക് പേടിയുണ്ടായിരുന്നു. AI എന്തൊക്കെ ചെയ്യാനാകുമെന്നതിന്റെ ഒരു സൂചന അതെല്ലാവർക്കും നൽകി. ഇനി നമ്മൾ എത്തുന്നത് കഥയിലെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലേക്കാണ്. 3-ാമത്തെ അധ്യായം, ChatGPT വിസ്ഫോടനം. AI എന്നത് കുറച്ച് ഗവേഷകരുടെ മാത്രം വിഷയമല്ലാതായി ലോകം മുഴുവൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടത്തിലേക്ക്. ഇതിന് പിന്നിൽ 3 പ്രധാന ചവിട്ടുപടികളുണ്ടായിരുന്നു. ഒന്നാമത്തേത് മൈക്രോസോഫ്റ്റുമായിട്ടുള്ള ഒരു വലിയ പാർട്ട്ണർഷിപ്പ്. 2019-ൽ അവർ $1 ബില്യൺ നിക്ഷേപിച്ചു. അതോടെ കാര്യങ്ങൾ വേഗത്തിലായി. രണ്ടാമത്തേത് GPT-3യുടെ വരവ്. 2020-ൽ പുറത്തിറങ്ങിയ ഈ മോഡലിന് 175 ബില്യൺ പാരാമീറ്ററുകളുണ്ടായിരുന്നു. അതിന് ചിന്തിക്കാനും എഴുതാനും കഴിയുന്ന കഴിവുകൾ അതുവരെ ആരും കണ്ടിട്ടില്ലാത്തതായിരുന്നു. മൂന്നാമതായി അവർ ഓപ്പൺ AI API തുടങ്ങി. അതായത് അവരുടെ ഈ സാങ്കേതികവിദ്യ ഡെവലപ്പർമാർക്ക് ഉപയോഗിക്കാൻ കൊടുത്തു. അതോടെ ഇതൊരു റിസർച്ച് പ്രോജക്റ്റ് എന്നതിലുപരി ഒരു ബിസിനസ് പ്രൊഡക്റ്റായി മാറി. എന്നാൽ ഇതെല്ലാം മാറ്റിമറിച്ച ആ ഒരൊറ്റ ദിവസം വരുന്നത് 2022 നവംബർ 30-നാണ്. അന്ന് ഓപ്പൺ AI ChatGPT എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങി. ആർക്കും സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഒരു ഡെമോ. ആ ഒരു ചെറിയ നീക്കം അതോടെ ലോകം പിന്നെ പഴയതുപോലെ ആയില്ല. ആദ്യത്തെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ 100 കണക്കിന് ദശലക്ഷം ആളുകളാണ് ChatGPT ഉപയോഗിച്ചു തുടങ്ങിയത്. അതൊരു വൈറൽ സെൻസേഷനായി മാറി. അതുവരെ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധാരണക്കാരുടെ വിരൽത്തുമ്പിലെത്തി. അവർക്ക് സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒരു ഉപകരണമായത് മാറി. ആ നിമിഷമായിരുന്നു ശരിക്കും എല്ലാം മാറ്റിമറിച്ചത്. പക്ഷേ ഈ അവിശ്വസനീയമായ വളർച്ചയുടെ മറുവശത്ത് വലിയ പ്രശ്നങ്ങളും രൂപപ്പെടുന്നുണ്ടായിരുന്നു. അതാണ് നമ്മളെ 4-ാമത്തെ അധ്യായത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബോർഡ് റൂമിലെ ആ നാടകീയമായ പ്രതിസന്ധി. സംഭവിച്ചത് ഇതൊക്കെയാണ്. 2023 നവംബർ 17
ആരും പ്രതീക്ഷിക്കാത്തൊരു ദിവസം കമ്പനിയുടെ നോൺ പ്രോഫിറ്റ് ബോർഡ് സിഇഒ സാം ഓൾട്ട്മാനെ അങ്ങ് പുറത്താക്കി. പക്ഷേ കഥ അവിടെ തീർന്നില്ല. നവംബർ 20 ആയപ്പോഴേക്കും 95% ജീവനക്കാരും പറഞ്ഞു, സാം തിരിച്ചു വന്നില്ലെങ്കിൽ ഞങ്ങളും രാജിവെക്കുമെന്ന്. അവസാനം നവംബർ 21 സമ്മർദ്ദത്തിന് വഴങ്ങി ബോർഡ് പുനഃസംഘടിപ്പിച്ചു. സാം ഓൾട്ട്മാൻ സിഇഒ ആയി തിരിച്ചെത്തി. ആ 5 ദിവസങ്ങളിൽ കമ്പനിയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ലോകം മുഴുവൻ കണ്ടത്. അപ്പോൾ എന്തായിരുന്നു ശരിക്കും ഈ പ്രശ്നത്തിന്റെ കാരണം? ഇത് വെറുമൊരു അധികാര വടംവലിയായിരുന്നില്ല. ഓപ്പൺ എഐയുടെ ഉള്ളിൽ തന്നെ തുടക്കം മുതലുണ്ടായിരുന്ന ഒരു വലിയ ആശയ സംഘർഷം അതോടെ പുറത്തുവന്നു. ഒരു വശത്ത് സുരക്ഷിതമായി സാവധാനം എഐ വികസിപ്പിക്കുക എന്ന പഴയ ലക്ഷ്യം, മറുവശത്ത് അതിവേഗം വളരുക, പണമുണ്ടാക്കുക, മത്സരത്തിൽ മുന്നിലെത്തുക എന്ന പുതിയ യാഥാർത്ഥ്യം. ഈ 2 ആശയങ്ങളും തമ്മിലുള്ളൊരു യുദ്ധമായിരുന്നു അത്. ശരി, ആ പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാന അധ്യായത്തിലേക്ക് എത്തുകയാണ്. ശക്തി, ലാഭം, പിന്നെ ലക്ഷ്യം. 2024 ശേഷമുള്ള പുതിയ ലോകത്ത് ഓപ്പൺ എഐ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അവർ തന്നെ തുടങ്ങിവെച്ച ഈ എഐ മത്സരത്തിൽ ഇന്ന് ഓപ്പൺ എഐ ഒറ്റയ്ക്കല്ല. ചാറ്റ് ജിപിടിയുടെ വിജയം കണ്ട് ഗൂഗിൾ അവരുടെ ജെമിനി മോഡലുമായി വന്നു, ആന്ത്രോപിക് അവരുടെ ക്ലോഡ് മോഡലുമായി വന്നു. ഇപ്പോൾ ഇതൊരു വലിയ ആഗോള മത്സരമായി മാറിയിരിക്കുന്നു. മുന്നിൽ നിൽക്കുക എന്നത് അവർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോ ഈ മത്സരത്തിൽ മുന്നിൽ നിൽക്കാൻ അവർ എന്താണ് ചെയ്യുന്നത്? അവർ പുതിയ, കൂടുതൽ ശക്തമായ മോഡലുകൾ ഇറക്കുന്നു, GPT-4o പോലെ. അതിന് നമ്മളോട് സംസാരിക്കാനും നമ്മൾ കാണുന്നത് കാണാനും വരെ കഴിയും. അവർ വീണ്ടും അവരുടെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി. മൈക്രോസോഫ്റ്റുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി. ഇപ്പോൾ ചാറ്റ് ജിപിടിയുടെ വേഗതയും കാര്യക്ഷമതയും കൂട്ടാനുള്ള ഒരു കോഡ് റെഡ് ദൗത്യത്തിലാണവർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു ചെറിയ നോൺ പ്രോഫിറ്റ് ലാബിൽ നിന്ന് തുടങ്ങി ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു എഐ ശക്തിയായി മാറിയ ഓപ്പൺ എഐയുടെ യാത്ര. അത് വെറും ടെക്നോളജിയുടെ കഥയല്ല. അത് വലിയ സ്വപ്നങ്ങളുടെയും കഠിനമായ യാഥാർത്ഥ്യങ്ങളുടെയും അവ തമ്മിലുള്ള നിരന്തരമായ സംഘർഷത്തിന്റെയും കഥയാണ്. ഇത് നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഓപ്പൺ എഐ കൂടുതൽ ശക്തമായ എഐ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ തുടങ്ങിയ ആ പഴയ ലക്ഷ്യം, അതായത് മനുഷ്യരാശിയുടെ നന്മ, അതിനവരുടെ ഈ വലിയ വിജയത്തെ അതിജീവിക്കാൻ കഴിയുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഓപ്പൺ എഐയുടെ മാത്രം ഭാവിയല്ല, ഒരുപക്ഷേ നമ്മുടെയെല്ലാം ഭാവിയെ തന്നെയാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും നിർദ്ദേശിക്കുക.